കോൺവെക്സ് ലെൻസ്, ഇവിടെ കട്ടി കൂടിയതാണെങ്കിൽ കോൺവെക്സ് ലെൻസ്, ഉള്ളിൽ കട്ടി കുറഞ്ഞതാണെങ്കിൽ കോൺകേവ് ലെൻസ്. പിന്നെ മിററാണെങ്കിൽ ഒരു ഭാഗം റഫ് സർഫസ് ആയിരിക്കും. ഇത് ഉള്ളിൽ കുഴിഞ്ഞിരിക്കുന്ന കാരണം ഇത് കോൺകേവ് മിററാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ UV മെത്തേഡാണ്. അതിന് വേണ്ടി ഇത് നമ്മുടെ ഒബ്ജക്റ്റ് വയർ ഗ്ലാസ്, ഇത് ലെൻസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ മിറർ സ്റ്റാൻഡ്, ഇതാണ് സ്ക്രീൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ UV മെത്തേഡ്, ഇതാണ് നമ്മളുടെ UV മെത്തേഡിൻ്റെ കോളം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ U ആദ്യം 15ലാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് U എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസാണ്. ഇവിടെ നിന്ന് തുടങ്ങി ഈ ലെൻസ് ഇരിക്കുന്ന അടുത്ത വരെയുള്ള ഡിസ്റ്റൻസാണ്. അത് 15ലാണ് നമ്മൾ വെക്കുന്നത്. അതായത് ഏകദേശം ഇവിടെ ഈ മാർക്ക് ചെയ്തെടുത്തുനിന്ന് 15, ഇതിൻ്റെ സെൻറ്റർ വരെയാണ് 15. എന്നിട്ട് നമ്മൾ ഈ സ്ക്രീനിലാണ് നമ്മൾ ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇമേജ് ഈ 2 ക്രോസ് വയർ ഏകദേശം ക്ലിയർ ആവണ വിധത്തിൽ കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നോക്കുക. എന്നിട്ട് കൃത്യമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ നിർത്താം. അപ്പോൾ U നമ്മൾ 15ആണ്, V നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ലെൻസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഇമേജ് കിട്ടിയ ഈ വൈറ്റ് പ്ലെയിൻ ഭാഗത്തേക്ക്. അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്കൊരു 30 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ U എന്ന് പറയുന്നിടത്ത് 15, V എന്ന് പറയുന്നിടത്ത് 30. ഇനി ഇത് രണ്ടും വെച്ചിട്ട് ചിലപ്പോൾ പോയിൻ്റൊക്കെ വരാം. ഇത് വെച്ചിട്ട് ഞാൻ UV/U+V ഫോർമുല വെച്ചിട്ട് F കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ U+Vക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം കാൽക്കുലേറ്ററിൽ, അല്ലെങ്കിൽ വാല്യൂ തെറ്റിപ്പോകും. അങ്ങനെ ഈ ഫോർമുലയിൽ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഈ യുവിൻ്റെ അവിടെ 15, വിയുടെ അവിടെ 30, പിന്നെ U+V ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ 10 എന്നാണ് കിട്ടുന്നത്. അതായത് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 10 ആണെന്നർത്ഥം. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 20യുടെ കാണണം, 25, 30, 35, ഇങ്ങനെ 5 സെറ്റ് റീഡിങ് എനിക്ക് കാണാനുണ്ട്. അതനുസരിച്ച് V മാറിക്കൊണ്ടിരിക്കും. F പക്ഷെ മാറില്ല. ഏകദേശം 10ൻ്റെ അടുത്ത് തന്നെ F കിട്ടും. അപ്പോൾ മീനും ഏകദേശം 10ൻ്റെ അടുത്ത്. ഇവിടെ പോയിൻ്റൊക്കെ വരാം, എന്നാലും 10നേക്കാൾ അധികം വ്യത്യാസം വരില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 15 അല്ലെ 20, 25 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ വരെയാണ്. V എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ വൈറ്റ് പോർഷനിലേക്കാണ്. അപ്പോൾ ഞാൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ U, ഇവിടെ V മാർക്ക് ചെയ്യണം. അപ്പോൾ U മാർക്ക് ചെയ്യുമ്പോൾ ഒരേ സ്കെയിലാണ് 15, 20, 25, 30, 35 അങ്ങനെ U മാർക്ക് ചെയ്യുക. അതുപോലെ Vയും അതേ അളവിൽ തന്നെ 15, 20, 25, 30 അങ്ങനെ അതേ അളവിൽ തന്നെ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓരോ U, അതായത് 15ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള V മാർക്ക് ചെയ്ത് വരുമ്പോൾ 15ൽ 30, അതുപോലെ 20ൽ എത്രയാണോ അങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഈ പോയിൻറ്റ്സുകളൊക്കെ ഒരുമിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കർവ് കിട്ടും. അതിന് നമ്മൾ 45 ആംഗിളിൽ നമ്മളൊരു ലൈൻ ആ കർവിലേക്ക് മുട്ടിക്കുക. അത് എവിടെയാണോ ഇവിടെ വിയിൽ വന്ന് വീഴുന്നത്, അതുപോലെ യുവിൻ്റെ ആക്സിസിലും വന്ന് വീഴുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് 20, ഇവിടെയും 20 തന്നെ കിട്ടും. അതായത് ഇവിടെ വന്ന് വീഴുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇവിടെയും കിട്ടുക. അപ്പോൾ ഈ സെൻറ്ററിനെ ഈ O എന്നും ഇതിനെ A എന്നും ഇതിനെ B എന്നും ഞാൻ വിളിക്കുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഗ്രാഫിൽ നിന്ന് കാണാനുള്ള ഫോർമുല OA + OB/4 ആണ്. അപ്പോൾ എനിക്ക് OA 20 കിട്ടി, OB 20 കിട്ടി, /4 കിട്ടി. അപ്പോൾ ചെയ്യുമ്പോൾ അപ്പോഴും എനിക്ക് ഏകദേശം 10ൻ്റെ അടുത്ത്, ചിലപ്പോൾ 10 പോയിൻ്റൊക്കെ വരും, അത്രയും സെൻറ്റിമീറ്റർ, അതായത് അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10⁻² മീറ്റർ, അങ്ങനെ എനിക്ക് വാല്യൂ കിട്ടും. ഇനി ഇതിന് സ്കെയിൽ എഴുതാൻ മറക്കാൻ പാടില്ല. X ആക്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ 10 ഡിവിഷൻ, അതായത് ഈ 10 ഡിവിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓരോ 10 ഡിവിഷനും 5 സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ Y ആക്സിസിലും 10 ഡിവിഷൻ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ UV മെത്തേഡിൽ എനിക്ക് ഇതിൻ്റെ മീൻ കാണുമ്പോൾ ഏകദേശം 10 × 10⁻² മീറ്റർ ആണ് എനിക്ക് ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്. UV ഗ്രാഫ് വഴിയും എനിക്ക് ഏകദേശം 10 × 10⁻² മീറ്റർ തന്നെയാണ് ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്. ഇനി നമ്മൾ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡാണ്. ഇതാണ് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡിൻ്റെ കോളം എന്നറിയാലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഈ ലെൻസും ഈ സ്ക്രീനും മതി. അത് നമ്മൾ ഈ പള്ളീനെ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഞാനിതിങ്ങനെ നീക്കി ഈ പള്ളിയുടെ ആ ഷാർപ്പായിട്ടുള്ള എഡ്ജിനൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തു.
എന്നിട്ട് ഞാൻ മെഷർ ചെയ്യുന്നത് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ എപ്പോഴും ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ വൈറ്റ് പ്ലെയിൻ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. അത് മെഷർ ചെയ്യുമ്പോഴും എനിക്ക് ഏകദേശം 10ൻ്റെ അടുത്ത്, ചിലപ്പോൾ 10.1 ആവും, അങ്ങനെ കിട്ടും. ഇതൊരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ മീൻ എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. അതാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡിൽ നിന്ന് നമുക്ക് കിട്ടണ ഫോക്കൽ ലെങ്ത്. എന്നിട്ട് അവസാനം റിസൾട്ടിൽ നമ്മൾ എഴുതുമ്പോൾ ബൈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് അതിന് കിട്ടിയ ഫോക്കൽ ലെങ്ത് എഴുതുക. ഈ പ്ലെയിൻ മിറർ മെത്തേഡ് നമ്മൾ ചെയ്യുന്നില്ല. UV മെത്തേഡ്, അതായത് ഈ കോളത്തിൻ്റെ അവസാനം ഈ ഇതൊന്നും നമ്മൾ ചെയ്യില്ല, 1/u 1/v ഒന്നും ചെയ്യില്ല. ഇതിൻ്റെ മീൻ എത്രയാണോ അതാണ് UV മെത്തേഡിൻ്റെ റിസൾട്ട്. പിന്നെ UV ഗ്രാഫ്, അതാണ് ഈ ഗ്രാഫിൽ കൂടെ കണ്ടുപിടിച്ച റിസൾട്ട്. ഇത്രയും 3 കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കണം. നമ്മളോട് ഏതാണോ ക്വസ്റ്റ്യനിൽ ചോദിക്കണേ അതിൻ്റെ ആൻസർ മാത്രമേ നമ്മൾ റിസൾട്ടിൽ എഴുതുള്ളൂ, ബാക്കിയുള്ളതൊന്നും നമ്മൾ ചെയ്യണ്ട. ഇതാണ് കോൺവെക്സ് ലെൻസ്.